പുതിയ SCERT ക്ലാസ് 10 മാത്സ് ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് ഇന്നത്തെ വീഡിയോ മുതൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ചാപ്റ്ററും പാർട്ട് ബൈ പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. മാജിക് ബുക്ക് എന്നാണ് നമ്മുടെ ചാനലിന്റെ പേര്. അപ്പോൾ ആ മാജിക് ബുക്ക് എന്ന പേരിൽ തന്നെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പും ഉണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷന് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാം ഫ്രീ ക്ലാസ്സുകളാണ്. അപ്പോൾ പഴയ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഒരുപാട് വ്യത്യാസം പുതിയ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് ചാപ്റ്റർ വൈസ് പാർട്ട് ബൈ പാർട്ടായിട്ട് നമ്മുടെ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. 10th സ്റ്റാൻഡേർഡിലെ ആദ്യത്തെ മാത്സ് ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണ്. ചാപ്റ്ററിന്റെ പേര് അരിത്തമെറ്റിക് സീക്വൻസ് എന്നാണ്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അരിത്തമെറ്റിക് സീക്വൻസിലേക്ക് പോകുന്നില്ല. പകരം നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ടോപ്പിക് ആണ് പഠിക്കുന്നത്. നമ്പർ പാറ്റേൺസ് അല്ലെങ്കിൽ നമ്പർ സീക്വൻസ്. എന്താണ് ഒരു നമ്പർ പാറ്റേൺ എന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ് ഒരു നമ്പർ പാറ്റേൺ എന്ന് നമുക്ക് നോക്കാം. നമ്പർ പാറ്റേൺസ് നമ്പർ പാറ്റേൺസിന് നമുക്ക് നമ്പർ സീക്വൻസ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പൊ ഈ നമ്പർ പാറ്റേണിന് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്. നാച്ചുറൽ നമ്പർ. അപ്പൊ എന്താണ് നാച്ചുറൽ നമ്പർ? നമ്മൾ കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പർ അല്ലെങ്കിൽ എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകളെയാണ് നമ്മൾ നാച്ചുറൽ നമ്പർ എന്ന് വിളിക്കുന്നത്. ഇതിനെ മലയാളത്തിൽ എണ്ണൽ സംഖ്യ എന്നും വിളിക്കും. അപ്പൊ നമ്പർ പാറ്റേൺസിന്റെ ആദ്യത്തെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുവാണ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ അപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3, 4 എക്സെട്ര അങ്ങനെ ഇൻഫിനിറ്റി വരെ പോകുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്. നമ്മൾ കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പർ. ഇതൊരു നമ്പർ പാറ്റേൺ ആണ്. അതായത് ഒരു പ്രത്യേക റൂള് പ്രകാരമാണ് ഈ നമ്പർ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ പഠിച്ച മറ്റൊരു നമ്പർ പാറ്റേൺ ആണ് ഈവൻ നമ്പേഴ്സ്. അപ്പൊ നമ്മൾ പഠിച്ച ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 4, 6, 8 എക്സെട്ര. ഇതിനെ നമുക്ക് 2ന്റെ ഗുണിതങ്ങൾ അല്ലെങ്കിൽ 2ന്റെ മൾട്ടിപ്പിൾസ് എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ. ഈവൻ നമ്പേഴ്സിനെ നമ്മൾ മലയാളത്തിൽ ഇരട്ട സംഖ്യ എന്നും പറയും. അടുത്തത് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സിനെ നമ്മൾ മലയാളത്തിൽ ഒറ്റ സംഖ്യകൾ എന്നാണ് പറയാറ്. ഈ ഓഡ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കൊണ്ട് ഡിവിസിബിൾ അല്ല, 2 കൊണ്ട് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ ഓഡ് നമ്പർ എന്ന് പറയുന്നത്. ഇപ്പോ 1, 3, 5, 7, 9 എക്സെട്ര അങ്ങനെ പോകുന്ന നമ്പേഴ്സ് ആണ് ഓഡ് നമ്പേഴ്സ്. ഇതും നമ്പർ പാറ്റേണിന് ഒരു ഉദാഹരണമാണ്. ഇനി വേറൊരു എക്സാമ്പിൾ പറയാണ് സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അതായത് ഓരോ നാച്ചുറൽ നമ്പറിന്റെയും സ്ക്വയർ ഞാൻ എടുക്കുവാണ്. അപ്പോൾ 1ന്റെ സ്ക്വയർ 1 ആണ്, 2ന്റെ സ്ക്വയർ 2 × 2 എത്രയാണ്? 4 ആണ്, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16. അങ്ങനെ ഞാനൊരു സീക്വൻസ് എഴുതുവാണ്. അടുത്ത ഒരു എക്സാമ്പിൾ ആണ് ഹാഫ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അതായത് ഓരോ നാച്ചുറൽ നമ്പറിന്റെയും പകുതി എടുത്ത് ഞാനൊരു സീക്വൻസ് ഉണ്ടാക്കുവാണ്. അപ്പൊ 1ന്റെ പകുതി അര, 2ന്റെ പകുതി 1, 3ന്റെ പകുതി 1/2, 4ന്റെ പകുതി 2. ഇതും ഒരു നമ്പർ പാറ്റേൺ അല്ലെങ്കിൽ ഒരു നമ്പർ സീക്വൻസിന് എക്സാമ്പിൾ ആണ്. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള റൂൾ അനുസരിച്ച് നമുക്കൊരു നമ്പർ പാറ്റേൺ എഴുതാം. അപ്പൊ എന്താണ് ഒരു നമ്പർ പാറ്റേൺ അല്ലെങ്കിൽ ഒരു നമ്പർ സീക്വൻസ്? ഒരു പ്രത്യേക നിയമപ്രകാരം നമ്മൾ ഒരു പ്രത്യേക ഓർഡറിൽ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്തേക്കുവാണ്. അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഒരു നമ്പർ സീക്വൻസ് എന്ന് വിളിക്കാം. ഈ നമ്പർ സീക്വൻസിലെല്ലാം ഒരു പ്രത്യേക റൂള് പ്രകാരമാണ് നമ്മൾ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം എന്താണ്? നമ്പർ പാറ്റേൺ ആണ്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന ഡെഫിനിഷൻ എ കളക്ഷൻ ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ ഓർഡേർഡ് ആസ് ദ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് സോ ഓൺ ലൈക്ക് ദിസ് അക്കോർഡിംഗ് ടു സം റൂൾ ഇസ് കോൾഡ് എ നമ്പർ സീക്വൻസ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്പർ പാറ്റേണും അരിത്തമെറ്റിക് സീക്വൻസും സെയിം അല്ല. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് ഇനി വരാൻ പോകുന്ന ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ ആദ്യത്തെ എക്സസൈസിലെ ആദ്യത്തെ ചോദ്യം നമ്മൾ ചെയ്യാൻ പോവാണ്. We can make triangles by stacking dots. എന്നിട്ട് അവിടെ 3 ഫിഗർ തന്നിട്ടുണ്ട്. Write the number of dots in each triangle. Calculate the number of dots needed to make the next 3 triangles in this pattern. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക.
ഈ 3 ഫിഗറിലും എത്ര ഡോട്ട്സ് ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആദ്യത്തെ പിക്ചറിൽ 1 2 3 3 ഡോട്ട്സ് ഉണ്ട്. രണ്ടാമത്തെ പിക്ചറിൽ 1 2 3 4 5 6 ഡോട്ട്സ് ഉണ്ട്. അടുത്ത പിക്ചറിൽ 1 2 3 4 5 6 7 8 9 10 ഡോട്ട്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതേ പാറ്റേണിൽ നാലാമതും അഞ്ചാമതും ആറാമതും ഒരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിൽ എത്ര ഡോട്ട്സ് വരും എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഓരോ ട്രയാങ്കിളും ഏത് പാറ്റേണിലാണ് വരച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഏത് റൂൾ അനുസരിച്ചാണ് വരച്ചേക്കുന്നതെന്നാണ്. അപ്പൊ നമുക്ക് നാലാമത്തെ അഞ്ചാമത്തെ ആറാമത്തെയും ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. ഡോട്ട്സ് വെച്ചിട്ട് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. അപ്പം ആദ്യത്തെ ട്രയാങ്കിൾ നിങ്ങൾ നോക്കുക. ഏറ്റവും മുകളിൽ ഒരു ഡോട്ട് ഉണ്ട്, തൊട്ട് താഴെയുള്ള വരിയിൽ 2 ഡോട്ട് ഉണ്ട്. അപ്പൊ ഈ 1ഉം 2ഉം കൂടെ കൂട്ടുമ്പോഴാണ് 3 വന്നേക്കുന്നത്. ഇവിടെ നോക്കുക, ഏറ്റവും മുകളിൽ ഒരു ഡോട്ട്, രണ്ടാമത്തെ വരിയിൽ 2 ഡോട്ട്, മൂന്നാമത്തെ വരിയിൽ 3 ഡോട്ട്. അപ്പൊ 1ഉം 2ഉം 3ഉം കൂടെ പ്ലസ് ചെയ്യുക, അപ്പൊ 6 കിട്ടും. ഇവിടെ നോക്കുക, ഏറ്റവും മുകളിൽ ഒരു ഡോട്ട്, താഴെ 2 ഡോട്ട്, അതിന് താഴെ 3 ഡോട്ട്, അതിന് താഴെ 4 ഡോട്ട്. ഇതെല്ലാം കൂടെ കൂട്ടുക, 1ഉം 2ഉം 3ഉം 4ഉം കൂടെ കൂട്ടുമ്പോൾ 10 കിട്ടി. അപ്പൊ അടുത്ത ട്രയാങ്കിളിൽ എത്ര ഡോട്ട്സ് വരുമെന്ന് നമുക്ക് വരയ്ക്കാതെ തന്നെ എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ, അപ്പൊ നാലാമത്തെ ട്രയാങ്കിളിൽ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് 5 ഡോട്ട് വരും അല്ലേ, ഡോട്ട്സ് വരും. അപ്പൊ 1 പ്ലസ് 2 3, 3 പ്ലസ് 3 6, 6 പ്ലസ് 4 10, 10 പ്ലസ് 5 15. അപ്പൊ നാലാമത്തെ ട്രയാങ്കിളിൽ എത്ര ഡോട്ട് വരും? 15 ഡോട്ട് വരും. അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ ട്രയാങ്കിളിലോ, അഞ്ചാമത്തെ ട്രയാങ്കിളിൽ ഒരു വരിയും കൂടെ എക്സ്ട്രാ വരും, അവിടെ ഒരു പ്ലസ് 6 കൂടെ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ ഇത്രയും ഡോട്ട്സിന്റെ കൂടെ ഒരു പ്ലസ് 6 ഡോട്ടും കൂടെ വരും. അതായത് 15ന്റെ കൂടെ 6 കൂടെ കൂട്ടുക, അപ്പൊ എത്ര കിട്ടും? 21 ഡോട്ട്സ് എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ആറാമത്തെ ട്രയാങ്കിളിലോ 21ന്റെ കൂടെ പിന്നെ 7 കൂട്ടുക, അപ്പോ 28 ഡോട്ട്സ് എന്ന് കിട്ടും. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്? നമ്മൾ ക്ലാസ് പാർട്ട് ബൈ പാർട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. ഇന്ന് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനാവശ്യം നിങ്ങളുടെ സപ്പോർട്ടാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സും കമന്റ് ചെയ്യുക. നമ്മുടെ ചാനലിലെ വാട്സാപ്പ് ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിലും നിങ്ങൾ ജോയിൻ ചെയ്യുക. താങ്ക്